ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഇതാണ്. അതായത് നമ്മളിപ്പം എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്, അതേപോലെ SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ വേറൊരു സാധനം കൂടിയുണ്ട്. അപ്പോൾ ആ സാധനത്തിൽ രണ്ടെണ്ണത്തിൽ ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് SSDയിലെ എന്തെല്ലാം ഗുണങ്ങളാണ് ദോഷങ്ങളാണെന്ന് നോക്കാം. ഈ SSDയിലെ മെയിൻ ദോഷം എന്ന് പറയാമെന്ന് വെച്ചാൽ, ദോഷങ്ങളൊന്നുമില്ല. ദോഷം എന്ന് പറയാൻ നമുക്ക് പറയണമെന്ന് വെച്ചാൽ അതിൻ്റെ പൈസ റേറ്റ് കൂടുതലാണ്. നമ്മൾ കമ്പയർ ചെയ്യും ഇപ്പോൾ ഇത് കണ്ട 500 GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി. അതായത് ഇതിൻ്റെ മെമ്മറി അതാണ് 500 GB ആണ്. അപ്പോൾ 6399 രൂപയാണ് ഏകദേശം ഇതിൻ്റെ വില. അപ്പോൾ നിങ്ങൾ 500 GB, അപ്പം എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ എത്ര രൂപയുണ്ടാവും നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് 1 TB 4 TB ഒക്കെ കിട്ടുന്നു അല്ലേ ഈ റേറ്റിൽ. ഇത് 4 TBൻ്റെ ഒക്കെ റേറ്റ് ആണോ? 1.5 എത്രയായിരുന്നു? 4000 രൂപയേ ഉള്ളൂ 1.5 TBക്ക്. മറ്റേത് 500 GB തന്നെ. അതാ പറഞ്ഞത്, ഭയങ്കര SSDക്ക് ഭയങ്കര റേറ്റ് കൂടുതലാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് SSDക്ക് റേറ്റ് വളരെ കൂടുതലാണ്. പക്ഷേ റേറ്റ് നോക്കാത്തവരാണെങ്കിൽ ഏറ്റവും നല്ലത് വാങ്ങുന്നത് SSD വാങ്ങുന്നതായിരിക്കും നല്ലത്. കൂടുതൽ ലൈഫ് സ്പാനും കിട്ടുന്നത് ഈ SSDക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന് മൂവിങ് പാർട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്പീഡ് ഹാർഡ് ഡിസ്കിനേക്കാൾ, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിനേക്കാളും ഏകദേശം 10 മടങ്ങോളം സ്പീഡ് കിട്ടുന്നുണ്ട്. സ്പീഡിൽ മാത്രമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ 100% ഈ SSD ആണ് വാങ്ങേണ്ടത്. പൈസ നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും SSD ആണ് വാങ്ങേണ്ടത്. നിങ്ങൾക്ക് ഒരു പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാനും പറ്റും. കാരണം അത്രയ്ക്ക് ചെറിയ സാധനമാണ് ഇത്. ചിപ്പിലാണ് സ്റ്റോർ ചെയ്യുന്നത്. മറ്റേത് ഹാർഡ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് മൂവിങ് പാർട്സ് അതിനകത്തുണ്ട്. ഇതിനകത്ത് മൂവിങ് പാർട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ചെറുതുമാണ്. നിങ്ങൾക്ക് കീശയിലിട്ടുകൊണ്ട് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ തന്നെ പറ്റും. പിന്നെ സ്പീഡ് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടിയ സ്പീഡാണ് ഇത്. ലൈഫ് സ്പാൻ മറ്റേ അപേക്ഷിച്ച് ഭയങ്കര ലാർജാണ്. കാരണം വെച്ചാൽ മറ്റേൽ മൂവിങ് പാർട്ടുണ്ട്, ഇതിന് മൂവിങ് പാർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലൈഫ് സ്പാനും ഇതിൻ്റെ കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കപ്പാസിറ്റി എത്ര കൂടുതൽ നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ പൈസ നിങ്ങൾ അത് കണക്ക് ഭയങ്കര കൂടുതലായിരിക്കും ഇതിൻ്റെ ഇത്. പിന്നെ ഭയങ്കര കൂടുതൽ നാൾ റിലയബിളാണ്. പിന്നെ ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ, ഇത് രണ്ടിൽ ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് SSD ആണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പിന്നെ വളരെ ലോ പവർ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അത്രയ്ക്ക് വളരെ മറ്റേ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സൈസ് വളരെ ചെറുതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ലോ പവറാണ്. പിന്നെ ഹൈ സ്പീഡാണ്. ഇതാണ് മെയിനായിട്ട് 3 കാര്യങ്ങൾ. പിന്നെ ഭയങ്കര കോമ്പാക്റ്റബിളാണ്. അതായത് നിങ്ങൾക്ക് കീശയിലിട്ടുകൊണ്ടൊക്കെ നടക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പൈസ നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വാങ്ങുന്നത് SSD ആണ് ഏറ്റവും വാങ്ങാൻ നല്ലത്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് സ്പീഡ് കൂടുതലാണ്, ലൈഫ് സ്പാൻ കൂടുതലാണ്, ചെറിയ സാധനമാണ്. പിന്നെ ചിപ്പിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. പവർ വളരെ കുറവാണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ഇതിനകത്ത് മൂവിങ് പാർട്സ് ഒന്നുമില്ല, ചിപ്പിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ദോഷം എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലോ, പൈസ കൂടുതലാണ്. മറ്റേ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പൈസ കൂടുതലാണ്. പക്ഷേ ബാക്കിയെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് ബെറ്റർ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് കമ്പാരിസൺ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും എൻ്റെ വീഡിയോകൾ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക്സ് എല്ലാവർക്കും. ബൈ.